ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിൽ ഇത് മോളുങ്ങളുടെ ഒരു സ്ഥലം വരെ പോവാണ്. യൂബർ വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അരൂര് പാലം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പോകുന്ന സ്ഥലം കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ, ഇത് മോക്ക് പല്ലുവേദനയാണ്, ഡോക്ടറെ കാണിക്കണമെന്നൊക്കെ. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളെവിടെ എത്തി? ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡിലെത്തി. അതെ, അപ്പോൾ നമ്മൾ വന്ന എന്താണെന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിട്ട് ഇപ്പം പറയാം. അപ്പോൾ ലിതിമോളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്നതാണ്. തുറവൂരാണ് സാധാരണ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ആകെ സീനാട്ടോ. അതെന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടി, ഡോക്ടർ ജനറൽ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റാണ്. പേരെന്തായാലും ശ്രുതി എന്നാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പല്ലുവേദനയാകുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ എഴുതി മേടിച്ച് എന്തെങ്കിലും ചെയ്യണം, റൂട്ട് കനാൽ ചെയ്യണം, അല്ല പറപ്പിക്കണമെങ്കിൽ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് എഴുതി മേടിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്, ഡോക്ടർ ഇരിക്കുന്നത് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിലാട്ടോ. അപ്പോൾ നമുക്ക് കാണാട്ടോ ബാക്കിയൊക്കെ. അവിടെ ഗർഭിണികൾ ഇരിപ്പുണ്ട്, അവിടെ ആയിരിക്കും ഒന്ന്, എവിടെ ആയിരിക്കും കേട്ടോ. നമ്മളവിടെ ചെന്ന് കുറച്ചധികം ആളുകളുണ്ടായിരുന്നു. നല്ല തിരക്കുള്ള ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ 9 മണിക്ക് തന്നെ വിളിച്ചിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരാൾ കണ്ട ശേഷം പിന്നെ അടുത്തത് ലിതിമോക്ക് കയറി കാണാൻ പറ്റി. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി ഡോക്ടർ എന്ത് പറയും എന്താണെന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആൾ ആകെ മൂഡ് ഓഫ് ആയിരുന്നു. ശേഷം ഡോക്ടറെയൊക്കെ കണ്ട ശേഷമാണ് ആൾക്കൊന്ന് ഓക്കെ ആയത് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ എന്താണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാം. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ റോട്ടിൽ കൂടെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ, അതുകൊണ്ടാട്ടോ. എന്തായാലും വീട്ടിൽ ചെന്നിട്ട് പറയാം. ഡോക്ടറെ കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ലിതിക്കൊച്ചിന് ചെറുതായിട്ട് വിശപ്പൊക്കെ ആയി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൻ്റെ, ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഏത് ഹോസ്പിറ്റലാണെങ്കിലും ആദ്യം നമ്മൾ ബില്ലെടുത്തിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ടിരിക്കുന്നത്. അപ്പം അതുപോലെ ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ലിതിമോക്ക് ചോറാണ്, എനിക്ക് പിന്നെ ചോറ് കഴിക്കണമെന്നില്ലായിരുന്നു. രാവിലെ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചതുകൊണ്ട് ഞാൻ ചോറ് കഴിച്ചില്ല. ലിതിമോൾ അങ്ങനെ ചോറ് കഴിക്കുകയാണ്. ഞാൻ ഓർഡർ ചെയ്തത് മീറ്റ് റോളും അതുപോലെ ഒരു ലൈമുമാണ്. അപ്പോൾ എൻ്റെ മീറ്റ് റോൾ വന്നു. മീറ്റ് റോൾ വന്നപ്പോഴത്തേക്ക് എൻ്റെ തൊട്ടടുത്തിരുന്ന് ഫുഡ് കഴിച്ച ആളുടെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ ഒന്ന് മാറ്റി കൊടുത്തപ്പോൾ അയാൾ ക്ലീൻ ചെയ്തുകൊണ്ട് പോയി. ശേഷം ഞാൻ ലൈമും വന്നു. നന്നായിട്ട് നല്ല ചൂടുള്ളതുകൊണ്ട് ഞാനത് കുടിച്ചു. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചിറങ്ങാണ്. ഇനി വീട്ടിലേക്ക് പോകാനൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇത് കടവന്ത്രയാണ് കേട്ടോ, ബസ് സ്റ്റോപ്പിൽ ഇനി പോയി നിൽക്കണം. ഞങ്ങൾ കടവന്ത്ര ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമല്ലോ. വിശദമായിട്ട് എല്ലാം വീട്ടിൽ ചെന്നിട്ട് പറയാം. ഞാൻ ലാഗ് ചെയ്യുന്നല്ല, വേറെ ഒന്നല്ല, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റില്ല, കറക്റ്റ് വ്യക്തമായിട്ട് പറയണമല്ലോ, അതുകൊണ്ടാട്ടോ. അല്ല, കയറി നിന്നിട്ട് പല്ലിൻ്റെ പല്ലുവേന എടുക്കുകയാണെങ്കിൽ വണ്ടി ഇറങ്ങിയതായിട്ട് കഴിച്ചാൽ പല്ലുവേദനയ്ക്ക് ലിതിമോക്ക് ഡോക്ടർ ടാബ്ലറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി. തിരിച്ച് നമ്മൾ ബസ് സ്റ്റോപ്പിൽ തന്നെ പോയി നിൽക്കണം. അപ്പോൾ ബസ് കാത്ത് കുറച്ച് നേരം നമ്മൾ നിന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ബസ് കാത്തിരിക്കുന്നു. അരൂര് ബസ്സിന് കയറാൻ വേണ്ടിയിട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വയറ്റിലെ ബസ്സിന് കയറാമെന്ന് പറഞ്ഞു കേട്ടോ. ഓർത്തിരിക്കുക. നമ്മളങ്ങനെ വയറ്റിലേക്കുള്ള ബസ്സിന് കയറി. വയറ്റിലെ ഹബ്ബാണ് കേട്ടോ. വണ്ടിയിൽ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ലിതിമോളെ നല്ല ആസ്വദിച്ചാണ് പോകുന്നത്. വേറൊന്നുമല്ല, ഡോക്ടർ ലിതിമോളോട് ബസ്സിൽ ട്രാവൽ ചെയ്തോളാൻ പറഞ്ഞു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒറ്റ ധൈര്യത്തിൽ ലിതിമോള് സ്ട്രോങ് ആയിട്ട് തന്നെ ബസ്സിൽ കയറി യാത്ര ചെയ്യാണ്. പിന്നെ അറിയാലോ, എറണാകുളത്തൊക്കെ ഓടുന്ന ബസ്സിൻ്റെ സ്പീഡൊക്കെ ഇവിടെയുള്ളവർക്ക് നല്ലപോലെ അറിയായിരിക്കും. അതുപോലെയുള്ള സ്പീഡൊക്കെയാണ്. പിന്നെ നമ്മൾ വയറ്റിലെ ഹബ്ബിൽ വന്ന് ഇറങ്ങി. കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് ഒരു ബസ് വന്നു. ഒരു ബസ്സല്ല, 2 ബസ്. അപ്പോൾ ആ ബസ്സുകൾ തമ്മിൽ മത്സരമായിരുന്നു കേട്ടോ. ഭയങ്കര സ്പീഡ് എടുത്തുകൊണ്ടൊക്കെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. അതുകൊണ്ട് ഞാൻ ലിതിമോളും അതിൻ്റെ അകത്ത് കയറിയില്ല. പിന്നെ നല്ല തിരക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം കൂടെ നോക്കി നിന്നപ്പോഴത്തേക്ക് ഒരു തിരക്ക് കുറഞ്ഞൊരു ബസ് വന്നു, അരൂർ ക്ഷേത്രത്തിലേക്കുള്ള. അത് നമ്മൾ അരൂർ ചെല്ലുമ്പോഴത്തേക്കും 1/2 മണിക്കൂർ എടുക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ ബസ്സിൽ കയറി. നമ്മൾ കയറിയപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു. പിന്നെ ലിതിമോൾക്ക് റിസർവ് സീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ലിതിമോൾ പയ്യാണ് കയറിയത്. ഞാൻ പിന്നെ ഇടിച്ചൊക്കെ കയറി. പിന്നെ ഇരിക്കാനുള്ള സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് യാത്രയാവാണ്. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് അതിൻ്റേതായ ക്ഷീണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അരൂർ ചെല്ലുമ്പോൾ നമ്മൾ ഡെന്റൽ ഹോസ്പിറ്റലും കൂടെ കയറിയിട്ട് വേണം പോകാനായിട്ട്. ലിതിമോക്കിനി അടുത്തത് എന്ത് ചെയ്യണം, പല്ല് പറിക്കണോ അതോ റൂട്ട് കനാൽ ചെയ്യണോ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ
എന്തായാലും അവിടെ ഇറങ്ങിയിട്ട് കണ്ടിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ അരൂർ വന്ന് ഇറങ്ങിയിട്ടെ. അരൂർ വന്ന് ഇറങ്ങിയപ്പോൾ ലിതുമോളൊരു കടയിൽ കയറി. കുറച്ച് നേരം അവിടെ എന്തോ കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് കയറിയത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ അരൂരെത്തി. അപ്പോൾ നമ്മൾ നേരെ ഡെൻ്റൽ ഹോസ്പിറ്റൽ വരെ പോകാം കേട്ടോ. എന്താണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ഫ്രൂട്ട്സ് കടയുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. പേരയ്ക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീഡിയോയിലൊക്കെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസ് പേരയ്ക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ ലിതുമോൾ കുറേ ആയിട്ട് പേരയ്ക്കൊക്കെ നന്നായി കഴിക്കുന്നുണ്ട്. അപ്പോൾ പേരയ്ക്കയും മേടിച്ചു. ഒരു കിലോ കേട്ടോ. കിലോയ്ക്ക് 100 രൂപയാണേ. ചില പേരയ്ക്കൊക്കെ ഈ പേരയ്ക്ക വലിയ കുഴപ്പമില്ല, നാടനല്ല എങ്കിൽ പോലും ടേസ്റ്റ് അത്യാവശ്യമുള്ള പേരയ്ക്കയാണ്. അങ്ങനെ പേരയ്ക്കയൊക്കെ നല്ലതാണോ കൊള്ളാമോ എന്നൊക്കെ നോക്കിയെടുക്കുകയാണ് നമ്മുടെ കഥാനായിക. എന്തായാലും എന്ത് മേടിക്കാൻ ചെന്നാലും പുള്ളിക്കാരി എല്ലാം വാച്ച് ചെയ്ത് നല്ലതാണോ എന്ന് നോക്കി എടുക്കത്തുള്ളൂ. അപ്പോൾ എത്ര സമയമെടുത്താലും അത് നല്ലൊരു സ്വഭാവമാണല്ലോ. നമ്മൾ മേടിക്കും, നമ്മൾ എന്തായാലും കാശ് കൊടുത്ത് മേടിക്കുന്നതല്ലേ. അപ്പോൾ എന്തായാലും നല്ല പ്രൊഡക്റ്റ് തന്നെ നമ്മൾ എന്ത് വാങ്ങിയാലും നല്ലത് വാങ്ങിയാലേ നമുക്ക് കൊള്ളത്തുള്ളൂ. പ്രത്യേകിച്ച് കഴിക്കുന്ന സാധനങ്ങൾ നല്ലത് തന്നെ വാങ്ങണമല്ലോ. അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ കുറേ നേരമായി നോക്കി അതൊക്കെ എടുക്കുകയാണ്. പിന്നെ നമ്മൾ മലയാളികളുടെ പൊതു സ്വഭാവമായിട്ടുള്ള റേറ്റ് ചോദിക്കൽ ഞാൻ മറന്നില്ലായിരുന്നു. ഞാൻ എല്ലാത്തിൻ്റെ റേറ്റ് ചോദിക്കുന്നുണ്ട്. അതിന് മെയിനായിട്ട് പാഷൻ ഫ്രൂട്ട് വെറൈറ്റി ആയിട്ടുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നിനും ഓരോ വിലയാണ്. 200-ൻ്റെ 220-ൻ്റെ ഒക്കെയാണ്. നമ്മളവിടെയൊക്കെ പണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതൊക്കെ വെറുതെ കളഞ്ഞുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ വലിയ വലിയ റേറ്റുകളാണ് കേട്ടോ. അതുപോലെ തന്നെ പപ്പായയ്ക്കും കിലോയ്ക്ക് 60 എന്തോ ആണ്. അവിടെ നമ്മൾ ഇഷ്ടംപോലെ പപ്പായ ഉണ്ടല്ലോ, നമ്മളതൊക്കെ വെറുതെ കളയുന്ന സാധനങ്ങളാണ്. പപ്പായ ഇഷ്ടംപോലെ കിട്ടുന്നതുകൊണ്ട് നമുക്കതിൻ്റെ വില അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ നല്ല വിലയാണ്. അപ്പോൾ ആദിക്ക് പപ്പായ ഭയങ്കര ഇഷ്ടമാണ്. ആദിക്ക് മാത്രമല്ല അമ്മയ്ക്കും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആദിക്ക് പപ്പായ വാങ്ങി. ഒരു കുഞ്ഞിതെടുത്തുള്ളൂ കേട്ടോ, ഒത്തിരി വലുതൊന്നും എടുത്തില്ല. അപ്പോൾ എനിക്കും പപ്പായ ഇഷ്ടമാണ്. ഇപ്പം പണ്ടൊന്നും ഇഷ്ടമല്ലായിരുന്നു. എന്നിട്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഡെൻ്റൽ ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റലിൽ ചെറിയൊരു ക്ലിനിക്ക്. അപ്പോൾ അവിടെ 2 ഡോക്ടേഴ്സാണ് ഉള്ളത്. ഓൾറെഡി നമ്മൾ ലിതിമോൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, ഒരു 2 ആഴ്ച മുന്നേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം നോക്കുന്ന ഡോക്ടറിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഡോക്ടറിൻ്റെ പെർമിഷൻ മേടിച്ചാൽ മാത്രമേ ഇവിടെ അവർക്ക് പല്ല് പറിക്കാനോ അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഡോക്ടറിൻ്റെ പെർമിഷനൊക്കെ മേടിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ അത് പോയിട്ട് നമ്മൾ നേരെ വന്ന് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഡോക്ടറെയൊക്കെ കണ്ടു. ഡോക്ടറെ കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് റോഡ് സൈഡിൽ കുറച്ച് മീനൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മറക്കാനുള്ളൂ അയിലക്ക് എത്രയാ? 120 രൂപ. മുരശ് 200 രൂപ. മുരശും 200 രൂപ. അയില 20 രൂപ. ചാള വേണ്ട. ഇതെന്താ? അത് പരവ 110 രൂപ. അര കിലോ 200 രൂപ. തേങ്ങ അരച്ചെടുക്കാം. നല്ലതാണോ പരവ? തേങ്ങ അരച്ചിട്ട് നല്ല വറക്കാനും കുഴപ്പമില്ല. കൊച്ചിന് ഇഷ്ടമുള്ള മേടിക്കും. ഈ മേടിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള അയല മേടിച്ചാലോ? അതിലുണ്ടോ? വേണമെങ്കിൽ വറുത്ത് കൊടുക്കാം. ഈ പരവയും മേടിക്കും അരക്കിലോ. രണ്ടും ഒരുപോലെയാണോ? എത്ര വലുത് കിടക്കണം? ഈ വലുതെടുത്തേട്ടാ വറക്കാൻ പറ്റും. മതി അര മതി. ഒത്തിരി അന്നേരം കേട്ടല്ലേ? അര മതി. രണ്ടും കൂടെ അര മതി. ചെറുതെടുക്കും. അല്ല വലുതെടുക്കും. പിന്നെ റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ക്യാരറ്റ്, ഉള്ളി, ബീട്രൂട്ടൊക്കെ വാങ്ങി. ആദിക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ലിതിമോക്കും നമുക്ക് ആദിക്കും കൂടെ കൂടിയിട്ടാണ്. പിന്നെ വേറെ മീൻ കണ്ടോ ആദിക്ക് മേടിച്ചേക്കുന്നത് അയല അമ്മയ്ക്ക്. ചെമ്മീൻ മേടിച്ചിട്ടുണ്ട് വലുത്. പിന്നെ കൂന്തൽ വലുത്. ഇതെല്ലാം കൂടെ ചട്ടിക്കകത്തിട്ടിട്ട് കാണിക്കണം കേട്ടോ. അതെ, അതിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ മേടിച്ചത്. ആദിക്ക് ഇന്ന് സ്പെഷ്യൽ അതിന് പപ്പയുടെ 2 അടിയൊക്കെ കിട്ടിയതുകൊണ്ട് ആദ്യം ഇച്ചിരി വിഷമിച്ചൊക്കെ ആയിരുന്നു ഇരുന്നത്.
അതെ വാവ മാത്രമായിട്ട് കിറ്റ് പിടിച്ചേക്കുന്നത്, ഞാനൊന്നും പിടിച്ചിട്ടില്ല. ഉണ്ടാ അവനിവിടെ ഉണ്ടാ? ആദ്യം ഉണ്ടാ? ആണോ? പണിയിലാട്ടോ. ഓല എന്താ പണി? അതെ, ഓല കീറി ചൂലാക്കുന്ന കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആദ്യം വിളിക്കാനായിട്ട് പോകണേ. പോയിട്ട് വന്നിട്ട് മീൻ വെട്ടാവേ. ഇതിൻ്റെ അകത്ത് വെള്ളം പറ്റിയല്ലോ. ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്ന് ഞാൻ കുറച്ച് ചോറൊക്കെ കഴിച്ചു. ഞാൻ ചോറ് കഴിച്ചില്ലായിരുന്നല്ലോ, അപ്പോൾ ചോറ് കഴിച്ചു. എന്നിട്ട് ഇതേ ആദ്യം വിളിക്കാനായിട്ട് പോകട്ടോ. ഇനി വീട്ടിൽ ചെന്നിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാവേ. അപ്പോൾ അതേ ഞങ്ങൾ ആദ്യക്കൂട്ടനെ വിളിക്കാൻ പോവാം കേട്ടോ. ആദ്യക്കൂട്ടൻ ദിവസം ഇച്ചിരി ഒരു സ്വന്തം കസിനാണ്, അവരുടെ വീട്ടിൽ കളിക്കാൻ പോകും. അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ആശുപത്രിയിൽ ഇരുന്നപ്പോൾ ഡോക്ടർ എൻ്റെ ടെൻഷനും കൊണ്ടാണ് ഇച്ചിരി BP കൂടുതലാണ്. അതെ, സത്യം പറഞ്ഞാൽ ടെൻഷനൊന്നും അടിക്കാനില്ല, എന്നാലും നമ്മൾക്കിങ്ങനെ നമ്മൾ ജോലിയൊന്നും ചെയ്യാത്തതുകൊണ്ടേ. ഒരുത്തിനെ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ഇതെന്തുവാടാ കോലം? എന്ത് കോലമാടാ എൻ്റെ ഇത്? ഇതിനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ വാ. എടാ വാടാ. അതിനെ കാണുന്ന തോറും എനിക്ക് ചിരി വരുക. പൊട്ടും സ്വഭാവം ഇതല്ലേ, പൊട്ടും. അടുക്കളയിൽ നോക്കടാ, ചട്ടിയില്. ആദ്യക്ക് ഇന്ന് കുഞ്ഞാൻ്റിയുടെ സ്പെഷ്യൽ അതല്ല ഇത്. ഇങ്ങോട്ട് തിന്നോ. ആർക്കത് വേണ്ടേ? മതി മതി, നീറ്റ് ഇളക്കണ്ട. മതി 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 മതി. അയ്യോ, അത് പൊട്ടിയത് കൊള്ളില്ല. പൊട്ടിയ പോവും. വിട് മതി മതി. അല്ലടാ അത്. പിന്നെ പറ ബാക്കി കാര്യങ്ങൾ പറ. അതായത് BP കൊള്ളാന്ന് വരെ നമ്മള് റോട്ടിൽ കൂടെ പറഞ്ഞു. എടാ നിനക്ക് മുട്ട പപ്സ് മേടിച്ചിട്ടുണ്ട്, ഇതിനകത്തിരിപ്പുണ്ട്. അപ്പൊ BP കൊള്ളാന്ന് പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിച്ചിട്ടാണ് BP കൂടുതൽ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഡോക്ടറിനെ കണ്ടിട്ട് വന്നപ്പോ ഒരു സമാധാനമുണ്ട്. നല്ല ഡോക്ടറാണ് നമ്മുടെ. പിന്നെ വണ്ടിയിൽ യാത്ര ചെയ്തോ കുഴപ്പമൊന്നുമില്ല. വണ്ടിയിലെ ഡോക്ടർ പറഞ്ഞു വണ്ടിയിൽ യാത്ര ചെയ്യുന്നിടത്ത് കുഴപ്പമില്ല. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ വിളിച്ചു പോയി തിരിച്ചു വന്നപ്പോൾ ബസ്സിന് വന്നു. അപ്പൊ അങ്ങനെ പോകുന്നോണ്ട് കുഴപ്പമില്ല, അങ്ങനെ പ്രശ്നമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടും കൂടി തിരിച്ചു വന്നു. ഇനി 14 സ്കാൻ ചെയ്യാൻ പോകും. സ്കാൻ ചെയ്തിട്ട് പിന്നെ പല്ലിന്റെ കാര്യം പറഞ്ഞു പറ. പല്ലിന്റെ കാര്യം പറഞ്ഞത് പല്ല് എടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, റൂട്ട് കനാൽ ചെയ്യുന്നുണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ചോദിച്ചപ്പോൾ അവർക്കൊരു പേടി പറക്കാനായിട്ട്. ഇനി അവിടെ തന്നെ റൂട്ട് കനാൽ ചെയ്താൽ എങ്ങനെയാവും എന്നറിയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല. 2 ഓപ്ഷനിൽ നിൽക്കുക. പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ വേദന എടുക്കുകയില്ല, പിന്നെ റൂട്ട് കനാൽ ചെയ്താൽ പിന്നെയും അത് പൊട്ടിപ്പോന്നു കഴിഞ്ഞാൽ പിന്നെയും ബുദ്ധിമുട്ട് വരുമോ എന്നൊക്കെ ഒരു പേടിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് റൂട്ട് കനാൽ ഈ സമയത്ത് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഇവിടുന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. അപ്പം പറിക്കുവാണെങ്കിൽ പിന്നീട് നമുക്ക് ആ പല്ല് വെക്കാം, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ പറയുന്നത് നീ പറിക്കാനാണ് എൻ്റെ ഒരു ഓപ്ഷൻ വരുന്നത്. റൂട്ട് കനാലാണെങ്കിൽ പിന്നെ അത് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഉള്ളിൽ പെയിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പാടല്ലേ, പിന്നെ 7 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല്ലിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണെന്ന് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ, സ്വന്തമായിട്ടുള്ള വേദനയാണ്. അപ്പം അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് പറയാമെന്ന് വിചാരിച്ച് എന്തുകൊണ്ടാണെന്ന് അറിയാമോ, നമ്മൾ റോട്ടിൽ നല്ല വണ്ടിയിൽ ഇരുന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സസ്പെൻസ് വെച്ച് സംസാരിക്കുന്നു പറഞ്ഞു. പക്ഷെ സസ്പെൻസ് വെച്ച് സംസാരിച്ചതല്ല ഇത്. നമ്മൾ ക്ലിയർ ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നാലേ പറ്റത്തുള്ളൂ. വേറെ ഇതിന് മുന്നേ നമുക്ക് ഒരു വേണ്ട മീൻ വെട്ടണം. അത് ഞാൻ വെട്ടിക്കോളാം. അല്ല ഞാൻ വെട്ടിക്കോളാം. അതെ, അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. വേണ്ട കഴിക്കാൻ തരും, പക്ഷെ ഞാൻ വേണ്ട. അപ്പൊ എല്ലാവരും മറക്കാതെ വീഡിയോ കാണണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മാത്രമേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പം BP ഒക്കെ കുറയട്ടെ, നോർമൽ ആവട്ടെ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പം എല്ലാവരുടെയും സഹകരണം ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനി മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
ഓക്കെ ബൈ.